ഈ പൊട്ടിപ്പെണ്ണിന്റെ കൈകൊണ്ട അച്ഛന് പരിക്ക് പറ്റിയെന്നു. മണിക്കുട്ടിയെ പുറത്താക്കണമെന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന തിരുമുറ്റത്ത് കുടുംബാംഗങ്ങൾ. ഞാനല്ല, എനിക്ക് പേടിയാ, ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. എന്തായാലും അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ. അച്ഛൻ വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് ഹരി. അച്ഛന്റെ സമ്മതത്തോടു കൂടിയാ കനിയെയും മണിക്കുട്ടിയെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന മണിക്കുട്ടിയെ ഹരി ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞിലേ തൊട്ട് മണിക്കുട്ടി എനിക്ക് നന്നായി അറിയാം. മണിക്കുട്ടി എന്തൊക്കെ ചെയ്യും, ഏതറ്റം വരെ പോകുമെന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കാര്യകാരണങ്ങളില്ലാതെ മണിക്കുട്ടി ആരെയും ഉപദ്രവിക്കില്ല. അക്കാര്യം 100% ഉറപ്പാ. അതെനിക്കും അറിയാവുന്നതാണ് ഫാദർ. പക്ഷേ ഒരു പക്ഷേയും ആവശ്യമില്ല. ഒന്നുകിൽ ആരെങ്കിലും മണിക്കുട്ടിയെ കളിയാക്കണം, അതിന്റെ പേരിൽ മണിക്കുട്ടിക്ക് ദേഷ്യം വരണം, എങ്കിലേ മണിക്കുട്ടി പ്രകോപിതയാവൂ. അല്ലാത്തിടത്തോളം മണിക്കുട്ടി മറ്റാരേക്കാളും ശാന്തയായിരിക്കും. മണിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹരിയുടെ അച്ഛൻ പ്രശ്നക്കാരനേ അല്ല. മാത്രമല്ല, കുട്ടികളെ വലിയ കാര്യമാണ് അദ്ദേഹത്തിന്. മണിക്കുട്ടിക്കും നാരായണൻ തമ്പിയോട് നല്ല അടുപ്പമാണ്. അങ്ങനെയുള്ള മണിക്കുട്ടി തമ്പിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ആരെയും മാരകമായി പരിക്കേൽപ്പിക്കാനായിട്ട് മണിക്കുട്ടി ഒന്നും ചെയ്യില്ല. അവൾക്ക് എല്ലാം ഒരു കുസൃതിയാണ്, ഒരു തരത്തിലുള്ള ദേഷ്യപ്രകടനം. നാരായണൻ തമ്പിയുടെ തലയ്ക്ക് മണിക്കുട്ടി ഏറ് കൊടുത്തു എന്നുള്ളത് എന്തായാലും ഞാൻ വിശ്വസിക്കില്ല. ഞാനും അത് വിശ്വസിക്കുന്നില്ല ഫാദർ. ഇതിവിടെ വന്ന് ഫാദറിനോട് പറഞ്ഞപ്പോ കുറച്ച് ആശ്വാസമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഒരു കനിയും മണിക്കുട്ടി, ഇതോടെ രണ്ടിന്റെ ചീട്ട് കീറും. അച്ഛൻ ഡിസ്ചാർജായി എത്തുന്നത് വരെ ഉള്ളൂ അവരുടെ ഇവിടുത്തെ പൊറുതി. ആ അസത്തിനെ പുറത്താക്കണമെന്ന് അച്ഛൻ പറയും. എന്തായാലും ഏട്ടൻ അച്ഛനെ ധിക്കരിക്കില്ല. അതെ, അത് ശരിയാ. അച്ഛൻ ഉറപ്പായിട്ടുണ്ട് ആ പൊട്ടി തന്നെ എറിഞ്ഞ് തല പൊട്ടിച്ചെന്ന്. അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ പേരിൽ അതിനെ പുറത്താക്കണം. പൊട്ടിപ്പെണ്ണ് പോകുമ്പോ കനിയും കൂടെ പോവും. അല്ല, അവരെ രണ്ടാളി കാണുന്നില്ലല്ലോ. മുറിയിലിരിപ്പുണ്ടാവും രണ്ടും. അതെ, എനിക്കിപ്പോഴും ചില സംശയമുണ്ട്. എന്ത് സംശയം? ശരിക്കും മണിക്കുട്ടി തന്നെയാണോ അച്ഛന്റെ തല പൊട്ടിച്ചതെന്ന്? ആള് പൊട്ടിയാണെങ്കിൽ ആളും തരും തിരിച്ചറിയാനുള്ള വിവരമൊക്കെ മണിക്കുട്ടിക്കുണ്ട്. അവളെ ദ്രോഹിച്ചവർക്കൊക്കെ പണി കൊടുക്കാതെ അച്ഛനിട്ട് മാത്രം തെറ്റാലിപ്രയോഗം നടത്തിയതിന്റെ ഗുട്ടൻസാണ് എനിക്ക് പിടികിട്ടാത്തത്. പിടികിട്ടിട്ടിപ്പോ എന്തിനാ? വലിയൊരു സംശയക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? സംശയം തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും ബലമായൊരു സംശയമുണ്ട്. വല്ലാതെ ബലം പിടിക്കാതെ കഴിച്ചിട്ട് എഴുന്നിട്ട് പോകുന്നുണ്ടോ? അച്ഛന്റെ തല പൊട്ടിച്ചത് അവള് തന്നെയാ. അതിന് സാക്ഷി വരെ ഉണ്ടല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാഷ്. അച്ഛനും അത് ബോധ്യപ്പെട്ടതാ. ഇനി അച്ഛൻ വന്ന് തീരുമാനം പറയും. അതിനിടയിൽ കയറി വല്ല മണ്ടത്തരം പറയാൻ നിന്നാലുണ്ടല്ലോ. ഞാനൊന്നും പറയില്ല, ഞാൻ നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് പോ. ഇത് നിർത്തിന്നല്ല, പറച്ചില് നിർത്തിന്ന്. ഇതെങ്ങനെ നിർത്താൻ പറ്റുമോ? അളിയും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. ആതിരെ, അളിയന്റെ ആ നോട്ടും മൂളലും മൊത്തത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്ത് പന്തികേട്? അതെ, അതായത് ഞാൻ പറഞ്ഞതാ, വായി തോന്നിയതൊന്നും വിളിച്ചു കൊണ്ടാന്ന്. തമ്പുരാട്ടിയും പൊട്ടിപ്പെണ്ണും ആ മുറിയിലിരിക്കല്ലേ.
അവര് കഴിച്ചോന്നറിയാതെ ഏട്ടൻ കഴിക്കില്ല. അതറിയാൻ പോയതാ. ഓ, അതാണോ സംഭവം? എങ്ങനെയുണ്ട് അച്ഛനിപ്പോ? പേടിക്കാനൊന്നുമില്ല, നല്ല വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പൊ ജയനുണ്ട്. ആഹാ, ഇവരുടെ പിണക്കം ഇതുവരെ മാറിയില്ലേ? രണ്ടാളും വല്ലതും കഴിച്ചോ? എവിടെ? എന്താ മോളെ ഇത്? ചീത്ത കുട്ടികളല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുക? ഞാനല്ലല്ലോ ചീത്തക്കുട്ടി, മണിക്കുട്ടിയല്ലേ. അതുകൊണ്ടല്ലേ അപ്പൂപ്പന്റെ തല ഇറന്ന് പൊട്ടിച്ചത്. മോളെ, അപ്പൂപ്പന്റെ തല പൊട്ടിച്ചത് മണിക്കുട്ടിയാണെന്ന് മോള് കണ്ടോ? അത് ഞാൻ കണ്ടില്ല. ആ, പിന്നെങ്ങനെയാ മണിക്കുട്ടിയാണ് അപ്പൂപ്പന്റെ തല പൊട്ടിച്ചതെന്ന് പറയാൻ പറ്റുക? എല്ലാരും പറയുന്നുണ്ടല്ലോ ആതിരപ്പച്ചി മാഷുമൊക്കെ. അവരൊക്കെ അങ്ങനെ പറയും. എന്നുവെച്ച് മണിക്കുട്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? മണിക്കുട്ടി ഒരിക്കലും അപ്പൂപ്പന്റെ തല പൊട്ടിക്കില്ല. അങ്ങനെയാണെങ്കിൽ തല പൊട്ടിക്കേണ്ട ആൾക്കാർ വേറെ ഇവിടെ ഇല്ലേ? അവരെ ഒന്നും ചെയ്യാതെ അച്ഛന് നേരെ തെറ്റാലി പ്രയോഗിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസ. മോളെയോ എന്നെയോ കനിയോ പിന്നെ ഫാദറിനെയോ ഇന്നേ വരെയും മണിക്കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ, നല്ലവരെയൊന്നും മണിക്കുട്ടി ഒന്നും ചെയ്യില്ല. അപ്പൂപ്പന് നല്ലതല്ലേ? മണിക്കുട്ടി ഒരു പാവ. മണിക്കുട്ടിയോട് പിണങ്ങിയിരിക്കാൻ പാടില്ല കേട്ടോ. മണിക്കുട്ടിക്ക് ഏഞ്ചലിനോട് പിണക്കം വല്ലതും ഉണ്ടോ? ഇല്ല. ആ, നല്ല കുട്ടി. നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരെ കുറിച്ച് ആരെന്ത് തന്നെ പറഞ്ഞിരുന്നാലും അതൊന്നും കണക്കിലെടുക്കരുത്. പിണക്കം മാറ്റിയ രണ്ടുപേരും. ഞാൻ ഫാദറിനെ കണ്ടിരുന്നു. നടന്നതെല്ലാം വിസ്തരിച്ച് പറയുകയും ചെയ്തു. ഒരിക്കലും മണിക്കുട്ടി ആവില്ല അത് ചെയ്തതെന്ന് ഫാദറും തീർത്തു പറഞ്ഞു. എനിക്കും അതറിയാം. വെറുതെ ഒരിക്കലും മണിക്കുട്ടി ആരെയും ഉപദ്രവിക്കാറില്ല, പ്രത്യേകിച്ച് അവളെ സ്നേഹിക്കുന്നവരെ. അവളെ സ്നേഹിക്കുന്നവർക്ക് വേദനിച്ച അവൾക്ക് സഹിക്കില്ല. അച്ഛന് മണിക്കുട്ടിക്ക് വലിയ കാര്യമാ. എല്ലാരും ഒറ്റക്കെട്ടായി മണിക്കുട്ടിക്കെതിരെ തിരിഞ്ഞപ്പോ ഇതിന്റെ പുറകിൽ എന്തോ ഒരു പ്ലാനിംഗ് ഉണ്ട്, അത് ഉറപ്പാ. അതെ, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. തെറ്റാലി ഉപയോഗിക്കുന്നത് മണിക്കുട്ടി തന്നെയാ. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് വേറെ ആരോ ആണ്. അതെന്തിനാണെന്ന് അറിയേണ്ടത്. മണിക്കുട്ടിയെ പ്രതിയാക്കാൻ, അല്ലാതെന്താ? ഇവിടെ പലരുടെയും കണ്ണിലെ കരടാണല്ലോ മണിക്കുട്ടിയും കനിയും. ആ കരടെടുത്ത് മാറ്റാൻ അവർ ഏത് തറ വേലയും കാണിച്ചെന്നിരിക്കും. ആ, എല്ലാം വൈകാതെ തന്നെ തെളിയും. കനി ഭക്ഷണം എടുത്ത് വയ്ക്കേ. ഇല്ല ഹരി, പേടിക്കേണ്ടതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആഴത്തിലുള്ള മുറിവാണെങ്കിലും ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല. അച്ഛനെയും കൊണ്ട് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാം. ദൈവത്തിന് നന്ദി. അച്ഛന് സംഭവിച്ചിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ മുറിവാണെങ്കിലും തിരുമുറ്റം കുടുംബത്ത് അതൊരു ഇന്റേണൽ മുറിവായി മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ല? മണിക്കുട്ടി അച്ഛന് നേരെ തെറ്റാലി പ്രയോഗിച്ചെന്നാണല്ലോ സംസാരം. അതെന്റെ പുതിയ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളുണ്ടാക്കി. മണിക്കുട്ടിയെ കുറ്റം പറയാൻ വരട്ടെ. ഇത്ര ആഴത്തിലുള്ളൊരു മുറിവുണ്ടാക്കാൻ മണിക്കുട്ടിയെപ്പോലൊരു കുട്ടിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കൈക്കരുത്തുള്ള ഒരാളിൽ നിന്ന് ഏറ്റ മുറിവാണെന്ന് വേണമെങ്കിൽ പറയാം. മണിക്കുട്ടി ബുദ്ധിവൈകല്യമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അസാമാന്യ ശക്തി അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരി, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ബ്രെയിനിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായാൽ തന്നെ കൈവിരലുകൾ കൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ഒരു കുട്ടിയാണ് മണിക്കുട്ടി. ആ മണിക്കുട്ടിയാണ് ഹരിയുടെ അച്ഛൻ ഈ മുറിവേൽപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്തരം സംശയങ്ങൾ എനിക്കുണ്ട്. കനി പറയുന്നത് പോലെ
മണിക്കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ മാത്രമല്ല, മണിക്കുട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഏഞ്ചൽ പോലും മണിക്കുട്ടിയാണ് കുറ്റക്കാരിയെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തില. മുറിവേറ്റ അച്ഛന് പോലും അതാരിൽ നിന്നാണെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. താൻ തിരുമുറ്റത്തേക്ക് ചെന്ന് എല്ലാരെയും വിളിച്ചുകൂട്ട്. എന്നിട്ട് മണിക്കുട്ടിയെ പിടിച്ചു നിർത്തി അവൾക്ക് മുന്നിൽ ഒരു ടാർഗറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യും. ശേഷം അവളോട് തെറ്റാലി പ്രയോഗിക്കാൻ പറയൂ. മണിക്കുട്ടിക്ക് എയിം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് അറിയാലോ. പിന്നല്ലാതെ ഞാൻ എന്താ ഹരി ഇക്കാര്യത്തിൽ പറയുക? ഹരി ഒരു കാര്യം ചെയ്യും. ഈ ഇഞ്ചറിയുടെ പേരിൽ തിരുമുറ്റത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. ധർമ്മസങ്കടത്തിലാണ് ഡോക്ടർ ഞാൻ. ഏഞ്ചലിന്റെ മാത്രമല്ല, മണിക്കുട്ടിയുടെയും കനിയുടെയും മനസ്സുകൾ കൂടി വേദനിക്കാതെ നോക്കണം. ഒരു കത്തി കൊണ്ട് മുറിവുണ്ടാക്കിയ പോലും അതിൽ മരുന്ന് വെച്ചില്ലെങ്കിൽ പോലും ഉണങ്ങുമെന്ന് പറയാം. പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ അത് ഉണങ്ങാതെ കിടന്നാൽ ഈ കോലാഹലങ്ങളൊക്കെ താനേ കെട്ടടങ്ങിക്കൊള്ളും. ഹരി ഇപ്പോ അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കും. വീട്ടിൽ നല്ല റെസ്റ്റ് വേണം. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. സ്റ്റിച്ച് എടുക്കാനായി കൊണ്ടുവന്നാൽ മതി. ശരി ഡോക്ടർ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞെടുത്ത് എന്റെ കാര്യങ്ങൾ എത്തിയില്ലേ? ആർക്കും ഒരു സംശയവുമില്ല. ആ പൊട്ടിപ്പെണ്ണ് തന്നെയാണിത് ചെയ്തതെന്നാ എല്ലാവരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛനുൾപ്പെടെ. ഞാൻ ഈ ഐഡിയ പറഞ്ഞപ്പോ ആതിര ആദ്യം ഒന്ന് പേടിച്ചു നിന്നു അല്ലേ? അത് പിന്നെ ലക്ഷ്യത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മാർഗവും ഉപയോഗിക്കാൻ എന്റെ ആതിരെ. അവിടെ കുടിയേറിയ 2 നശൂലങ്ങളും വീടിന് പുറത്താവണം. അക്കാര്യം ഉറപ്പാ. അച്ഛൻ ഡിസ്ചാർജ് ആയി ഒന്ന് വന്നോട്ടെ. അച്ഛന്റെ തല പൊട്ടിച്ച പൊട്ടിപ്പെണ്ണ് ഇനി എന്തൊക്കെ അത്യാപത്തുകൾ ഉണ്ടാക്കി വെക്കുമെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അച്ഛനെ ആദ്യ കേറ്റണം. അപ്പൊ അച്ഛൻ പറയണം അവളെ ഇനി ഇവിടെ താമസിപ്പിക്കണ്ടെന്ന്. അവള് പടിയിറങ്ങുമ്പോ കൂടെ കനിയും അങ്ങ് പൊയ്ക്കോളും. അച്ഛനെപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് എത്തുന്നേ? ഇന്ന് തന്നെ എത്തും. സമയം കൃത്യമായിട്ട് അറിയില്ല. എത്തിയാൽ ഉടനെ അറിയിക്കണം. ശരി. എന്തായി? അച്ഛന്റെ വിവരമെല്ലാം ഉണ്ടോ? ഡിസ്ചാർജായി ഇന്ന് എത്തുമെന്ന്. കല്യാണം മുടക്കുന്ന കാര്യത്തില് നമുക്ക് വീഴ്ച പറ്റി. അത് ഇതിലുണ്ടാവില്ല. നമ്മുടെ പ്ലാനിങ് സക്സസ് ആണ്. അതെ, ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന പഴഞ്ചൊല്ലൊക്കെ പഴയതായി. ഇപ്പോ പെൺബുദ്ധിയല്ലേ മുന്നില് എല്ലാ കാര്യത്തിനും. അവരെ രണ്ടാളെയും സംരക്ഷിക്കാനായി ഏട്ടൻ പരിശ്രമിക്കും. നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം. അച്ഛന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് നിലയിൽ വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനൊന്ന് വീട്ടിലെത്തിക്കോട്ടെ. അപ്പൂപ്പന്റെ ചക്കരക്കുട്ടി, അപ്പൂപ്പന്റെ തല പൊട്ടിയെന്നറിഞ്ഞപ്പോ മോള് ഒത്തിരി സങ്കടപ്പെട്ടു അല്ലേ? അപ്പൂപ്പന്റെ തലേന്ന് ഒത്തിരി ചോര പോയി. ചോര കണ്ടാ ഞാൻ പേടിക്കും. മോളെ മണിക്കുട്ടി, ഇനി അടുത്ത് വന്നേ, വാ. എന്താ മണിക്കുട്ടി, എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പൂപ്പന് ഒന്നും പറ്റിയില്ല കേട്ടോ. ഈ തിരുമുറ്റത്ത് വീട്ടിൽ എനിക്കിപ്പോ പേരക്കുട്ടിയായിട്ട് ഏഞ്ചൽ മോൾ മാത്രമല്ലല്ലോ, മണിക്കുട്ടിയും കൂടെ ഇല്ലേ? ഈ അപ്പൂപ്പന് നിങ്ങൾ രണ്ടാളെ ഒത്തിരി ഇഷ്ടാ. വിഷമിക്കണ്ട മോളെ, അപ്പൂപ്പന് ഒന്നും പറ്റിയില്ലല്ലോ. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? അച്ഛാ, നല്ല റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അധികം തലയിളക്കാനും പാടില്ല. സംസാരമൊക്കെ പിന്നെ മതി. കനി, മരുന്നുകളൊക്കെ മുടങ്ങാതെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. മോളെ കനി, ആനി പോയതിൽ പിന്നെ ഈ വീട് ശൂന്യമായിരുന്നു. അച്ഛന് സന്തോഷമായി. ഏഞ്ചൽ മോക്കൊരു തണലായി. ഹരിക്കൊരു ജീവിത പങ്കാളിയായി നല്ല മനസ്സുള്ള നിന്നെ കിട്ടിയതിൽ
ഈ അച്ഛൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. ഈ തിരുമുറ്റത്ത് വീട്ടിലെ കെട്ടുപോയ വിളക്ക് വീണ്ടും തെളിഞ്ഞിരിക്കുക. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. അച്ഛാ ഞാനങ്ങോട്ട്. ആ ശരി. എന്റെ കൃഷ്ണ, ഈ അപകടത്തിന് ഉത്തരവാദി മണിക്കുട്ടി അല്ലാന്ന് തീർച്ച. അച്ഛനും അത് മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. ഫാദർ പറഞ്ഞതും ഡോക്ടർ സൂചിപ്പിച്ചതും ഒരേ കാര്യമാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള എയറല്ല അച്ഛന്റെ തലയിൽ കൊണ്ടത്. പിന്നെ ആരായിരിക്കും? ആരുമാവാം. എനിക്കറിയാം, ഞാനും മണിക്കുട്ടിയും ശത്രുക്കളെ പോലെയാ ഇപ്പോഴും പലർക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, പുറത്തുനിന്ന് വന്ന് ആരും ഇങ്ങനൊരു പണി ഒപ്പിക്കില്ല. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ശത്രുക്കൾ വീട്ടിൽ തന്നെയാണുള്ളത്. ഈ പ്രപ്പോസൽ തൊട്ട് തുടങ്ങിയതാണ് ശത്രുത. അതിതാ ഇവിടം വരെ എത്തി. എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതിന്റെ പേരില് ഇങ്ങനെയൊന്നും കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. കാര്യം നേടിയെടുക്കാൻ എന്തും ചെയ്യുന്നവരാണവർ. കനിയെ പള്ളിയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതിലൂടെ അത് മനസ്സിലായതല്ലേ? ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എന്നെയും മണിക്കുട്ടിയും ജീവനോടെ വെച്ചേക്കില്ലെന്നാ അന്ന് അവര് പറഞ്ഞത്. കല്യാണത്തോടെ ആ പകയും വൈരാഗ്യമൊക്കെ മാറുമെന്നാ വിചാരിച്ചേ. ഇവിടെ വന്നതിന് ശേഷം ആരും അങ്ങനെ കടുപ്പിച്ചൊന്നും പറഞ്ഞതുമില്ല. ആതിര മാത്രമാ ചിലപ്പോഴൊക്കെ. അച്ഛന് പരിക്ക് പറ്റുമ്പോ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഞാനുണ്ടായിരുന്നു, പിന്നെ ആതിര അമ്പിളിക്കുട്ടനും ശാന്തിയും ഡ്രൈവറും പുറത്തായിരുന്നു. പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. മണിക്കുട്ടി ഏഞ്ചലിനെ മാഷ് പഠിപ്പിക്കുമ്പോ ഞാൻ അടുക്കളയിലായിരുന്നു. മാഷിന് കൊടുക്കാനായി ചായ വേണോന്നും പറഞ്ഞ് ആതിര അടുത്തു വന്നു. ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മാഷിന് ചായ കൊണ്ടുകൊടുത്തതാരാ? ആതിര തന്നെ. ആതിര ചായവായി പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ ബഹളം കേട്ടത്. തലപൊട്ടി ചോരയൊലിച്ച അച്ഛൻ. ആതിര, അമ്പിളിക്കുട്ടൻ, ഡ്രൈവർ, പിന്നെ ശാന്തി. ഈ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാ ശത്രു ഉള്ളത്. ആ ഒരു ബോധത്തോടെ വേണം കനിയും ഇനി നിൽക്കേണ്ടത്. കനിയെയും മണിക്കുട്ടിയെയും ഒറ്റപ്പെടുത്താൻ അച്ഛനെ വരെ ഉപദ്രവിക്കാൻ തയ്യാറായവർ ഇനി ഏത് വഴിയും സ്വീകരിച്ചെന്നിരിക്കും. കനിയൊന്ന് കരുതിയിരിക്കണം. എന്തായി? അച്ഛൻ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും ചോദിച്ചില്ല. നിങ്ങൾ വരട്ടെ എന്ന് കരുതി. അച്ഛനിപ്പോ എവിടെയുണ്ട്? മുറിയിലുണ്ട്. വന്ന ഉടനെ വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞു കിടന്നു. അതൊന്നും സാരമില്ല, നമുക്കുടനെ എന്ന് കാര്യം പറയാം. ഹേ, അധികം ആവേശമൊന്നും വേണ്ട. നയപരമായി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. വാ. ഓ അച്ഛനെങ്ങനെ കൺകുളിർക്ക് കാണാൻ സാധിച്ചല്ലോ. അമ്മേ, ദൈവത്തിന് നന്ദി. ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നിരുന്നു, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛന്റെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ വിലയേറിയ ജീവന് ഒരു പോറൽ പോലും ഏൽക്കുന്നത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റില്ല. അച്ഛന്റെ തല ഈ കുരുത്തങ്കട്ടവൾ എറിഞ്ഞ് പൊട്ടിച്ചു എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ ചങ്കാണ് പൊട്ടിയത്. ഇവളിങ്ങനെ പലതും കാണിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ സഹിക്കും. പക്ഷേ അച്ഛൻ എന്തെങ്കിലും വന്നു പോയാൽ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അതെ അച്ഛ, ഇവളെ ഇവിടെ നിർത്തുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ വല്ലതും പറഞ്ഞ അത് ഇഷ്ടക്കേട് കൊണ്ടാണെന്നേ വല്യേട്ടൻ പറയൂ. അച്ഛനെങ്കിലും ഞങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കണം. അതായത് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ വരട്ടെ എന്ന് ഹരിയേട്ടൻ പറഞ്ഞത്.
അച്ഛൻ വരാനായി കാത്തിരിക്കായിരുന്നു ഞങ്ങളും. വകതിരിവില്ലാത്ത ഇവളെ ഇനി ഇവിടെ നിർത്തുന്ന അപകടോ? അവളെ എങ്ങനെ പെരുവഴിയിലേക്ക് ഇറക്കി വിടണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഹരിയേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ കണിയടിത്തോട് ഞങ്ങൾക്ക് ബഹുമാനക്കുറവുമില്ല. എല്ലാവരുടെയും സേഫ്റ്റിയാണ് ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് മണിക്കുട്ടിയെ നല്ലൊരു ഓർഫനേജിലാക്കാം നമുക്ക്. ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല സൗകര്യങ്ങൾ കിട്ടുന്ന ഓർഫനേജുകളുണ്ട്. നല്ല രീതിയിൽ നോക്കാൻ ആൾക്കാരും ഉണ്ടാവും അവിടെ. ആ, നമുക്ക് ശല്യമില്ലല്ലോ. ഓർഫനേജ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. അവിടെ നല്ല സുഖാ. കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം അവിടുന്ന്. അതെ അച്ഛാ. അത് മാത്രമല്ല, ഇവളുടെ സ്വഭാവം വെച്ച് എന്ത് ധൈര്യത്തിൽ ഇവിടെ നിർത്തുക? മതി. എൻ്റെ ജീവനിലും മണിക്കുട്ടിയുടെ ഭാവിയിലും നിങ്ങൾക്കുള്ള ഉത്കണ്ഠ ഞാൻ മനസ്സിലാക്കുന്നു. എത്ര പെട്ടെന്നാണ് നിങ്ങളൊരു തീരുമാനത്തിലെത്തിയത്. സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, ഓർഫനേജ് കേൾക്കാൻ നല്ല രസമുണ്ട്. പണം കൊടുത്താൽ അവിടെ സകലതും കിട്ടും, അല്ലേ? കൊള്ളാം. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തവർക്കുള്ള സ്ഥലമല്ലേ? മണിക്കുട്ടി അങ്ങനെ അനാഥയാണോ?